ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ടോപ്പിൻ്റെ കഴുത്ത് ഇങ്ങനെ കയറിയിട്ടുള്ളൊരു ടോപ്പാണെന്ന് വിചാരിക്കും നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ അതിനെങ്ങനെയാണ് വെട്ടി ചെറുതാക്കി നമ്മുടെ ആ ഒരു കറക്റ്റ് അളവിന് എത്തിക്കുന്നതെന്നാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് കയറിയ ടോപ്പ്, ഇങ്ങനെ കഴുത്ത് കയറിയ ടോപ്പ് നമ്മൾ മേടിക്കുമ്പോഴുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് പാകമില്ലാണ്ടൊക്കെ ആവുമല്ലോ. അപ്പോൾ നമ്മളതെങ്ങനെ കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ ഒരു അളവിനാക്കുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുത്ത് മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി വയ്ക്കുക. കഴുത്തിൻ്റെ പുറകുവശമല്ല കേട്ടോ, ഫ്രണ്ട് ഭാഗം മാത്രം ഇതുപോലെ ഇങ്ങനെ മടക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾക്ക് എത്രയാണോ കഴുത്ത് ഇറക്കേണ്ടത് അതേ അളവ് നമ്മൾ വെട്ടി മാറ്റാം. കറക്റ്റ് അളവ് നമ്മൾ വെട്ടി മാറ്റാം. നമുക്കിതുപോലെ പൈപ്പിംഗ് വെച്ച് ആ കറക്റ്റ് അളവിന് തന്നെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ താഴത്തോട്ട് ഇട്ടിട്ട് നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്ന കഴുത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വെട്ടി ചെറുതാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു 1/2 ഇഞ്ചാണ് എക്സ്ട്രാ ഇങ്ങനെ കയറി നിൽക്കുന്നത്. അപ്പോൾ അതിനെ നമ്മളൊന്ന് വെട്ടി നമ്മൾ മാറ്റാം. അതിന് ശേഷം നമ്മൾ പൈപ്പിംഗ് വെച്ച് അടിക്കേണ്ടവർക്ക് അങ്ങനെ അടിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് മടക്കി അടിക്കേണ്ടവർക്ക് അങ്ങനെ അടിക്കാം കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി പൈപ്പിംഗ് ഒക്കെ വെച്ച് അടിച്ചിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരു പൈപ്പിംഗ് ഒക്കെ വെച്ച് നമ്മൾ ഈ ടോപ്പിൻ്റെ കഴുത്തൊന്ന് ആദ്യമേ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ടോപ്പ് നമുക്കിതുപോലെ പാകമല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് തന്നെ പാകത്തിനാക്കി മാറ്റാം. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്കിൻ്റെ ഇതുപോലെ തന്നെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടൊരു പൈപ്പിങ്ങിന് വേണ്ടിയിട്ടൊരു ഗ്രീൻ തുണി ഇതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ എത്രയാണോ ലെങ്ത്ത് അതിനനുസരിച്ച് നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വെട്ടാന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോകളിലെല്ലാം ഇട്ടിട്ടുണ്ട്. ചുരിദാറിൻ്റെ കഴുത്തൊക്കെ എങ്ങനെയാണ് മടക്കി അടിക്കാനായിട്ട് നമ്മൾ ആ ഒരു പീസ് വെട്ടിയെടുക്കുന്നതെന്നുള്ളത്. ഇനി അതിലെന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതെങ്ങനെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അത്യാവശ്യം സ്റ്റിച്ചിങ്ങൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒരു പകുതി സെൻറ്റർ ഭാഗത്ത് നിന്ന് തുടങ്ങി ഇങ്ങോട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ നമ്മൾ വെട്ടി മാറ്റി വെച്ചിട്ടുള്ള ഈ തുണി കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ നമുക്ക് എത്രയാണോ പൈപ്പിംഗ് പുറത്ത് കാണേണ്ടത് ആ രീതിയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ അറ്റത്ത് കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് തയ്ക്കാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ടുകളൊക്കെ വരാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ലൈനിങ് ഇട്ട് മടക്കി അടിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് പൈപ്പിംഗ് അല്ല വേണ്ടത്, നമുക്ക് ജസ്റ്റ് കഴുത്ത് മടക്കി അടിച്ചാൽ മതി എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഇതുപോലൊരു തുണി വെച്ച് തന്നെ വേണം നമ്മൾ കഴുത്ത് മടക്കി അടിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു തുണി ഇതുപോലെ തന്നെ വെട്ടിയെടുക്കുക. അതിന് ശേഷം മടക്കി അടിക്കുക, ഉള്ളിലോട്ട് നമുക്കിത് മടക്കി അടിക്കുക. ഇതുപോലെ തന്നെയാണ് പൈപ്പിംഗ് നമ്മൾ പുറത്ത് കാണുന്നതുകൊണ്ട് നമ്മൾ കുറച്ചിങ്ങോട്ട് കയറ്റിയിട്ടിട്ട് അടിക്കുന്നു. മറ്റേന്ന് വെച്ചാൽ അറ്റത്ത് കൂടെ തന്നെ അടിച്ച് നമുക്ക് ഉള്ളിലോട്ട് ഇതുപോലെ മടക്കി അടിക്കാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ അറ്റം വരെ നമ്മൾ ഇതുപോലെ ചെയ്യാം. നിങ്ങൾക്ക് ബാക്ക് കഴുത്തും ഇതുപോലെ ഇറക്കണം എന്നുണ്ടെങ്കിൽ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബാക്ക് കഴുത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനൊരു സെൻറ്റർ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിരുന്നല്ലോ. അപ്പോൾ ആ ബാക്കിയും കൂടെ നമുക്ക് ആ സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഒരറ്റത്ത് നിന്ന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും തുടങ്ങാം കേട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പകുതിയോളം പണി കഴിയും. പിന്നെ അതിന് ശേഷം വേണം നമ്മൾ ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി ആ ഒരു പൈപ്പിങ്ങിൻ്റെ രീതിയിലേക്ക് ആക്കി മാറ്റാനായിട്ട്. അപ്പോൾ നല്ല പുറത്ത് വെച്ചിട്ടാട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ട് നമ്മളിങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലോട്ട്, അതായത് പൊട്ടപ്പുറത്തോട്ട് നമ്മളിതിങ്ങനെ മടക്കി വെക്കണം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള തുണി പൊട്ടപ്പുറത്തേക്ക് അതുപോലെ നല്ലപോലെ ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് ചെറിയൊരു പൈപ്പിംഗ് മാത്രമേ നമ്മൾ പുറത്തോട്ട് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് റൗണ്ട് ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പാകമില്ലാത്ത ഇതുപോലത്തെ കഴുത്തൊക്കെ കയറിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പൈപ്പിംഗ് വെച്ചടിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കഴുത്തൊന്ന് മടക്കി അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം സ്റ്റിച്ചിങ് അതുപോലെ ഒന്ന് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഡെയിലി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് പാകമല്ലാത്ത ഡ്രസ്സുകളും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ പുറത്തോട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പുറത്തേക്കൊക്കെ കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഒട്ടും പണിയില്ലാത്തൊരു കേസാണ്. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയ റേറ്റ് വരുന്നുണ്ട് നമുക്ക് ഷേപ്പിങ്ങിനൊക്കെ പോലും. അപ്പോൾ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഷേപ്പ് ചെയ്യലായാലും ഇപ്പം അത്യാവശ്യം നമുക്ക്
എന്താ എന്ത് കാര്യമായാലും കൈയൊക്കെ ആയാലും ഒന്ന് വെക്കണമെങ്കിൽ പോലും നമ്മളിപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കുമ്പോൾ സ്ലീവ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തരികയാണ് ചെയ്യുക. നമുക്ക് സ്ലീവ് വെക്കാൻ നമുക്ക് വെക്കുക ഇഷ്ടമുള്ള പോലെ തന്നെ. ഇപ്പോൾ എല്ലാവരും സ്ലീവ് വെക്കുന്നില്ല, എങ്കിലും സ്ലീവ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്കൊന്നും ഇതുപോലെ കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സുകളിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിനി അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും വേറെ ഡ്രസ്സുകളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. എന്തെങ്കിലും ബ്ലൗസ് ആയാലും പ്രിൻസസ് കട്ട് ബ്ലൗസ് ഉണ്ട്, അതുപോലെ തന്നെ ചുരിദാറൊക്കെ നമുക്കിനി പഠിക്കാനുണ്ട്. 3 പീസ് വെച്ചിട്ടുള്ള ചുരിദാറുണ്ട്, പിന്നെ യൂണിഫോം അമ്പർല, അങ്ങനെ പല ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ചുരിദാറിൽ തന്നെ അത്യാവശ്യം കുറേ ടൈപ്പ് വരുന്നുണ്ട് നമുക്ക്. പിന്നെ ഫ്രോക്കുകളും പിന്നെ മിഡി ടോപ്പ്, അങ്ങനെ കുറേ നമുക്ക് സ്റ്റിച്ചിങ് ക്ലാസ്സിന് തന്നെ അത്യാവശ്യം കുറേ ഐറ്റംസ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാത്തിനും ആദ്യം തന്നെ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഒന്ന് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചുരിദാറൊക്കെ നിങ്ങൾക്ക് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് എളുപ്പ വഴികളായിട്ട് തന്നെ. എങ്ങനെ അളവെടുക്കുക എന്നുള്ളത്, അളവെടുക്കാണ്ടിരിക്കാൻ പാറ്റേൺ വരെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, വെട്ടാനൊക്കെ ആയിട്ട് പഠിക്കുക. അപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ അത്യാവശ്യം പഠിക്കാനുള്ള ചെറിയ ടിപ്സുകളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് ചുരിദാറൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ അതിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ നമുക്ക് പഠിക്കാം. സിമ്പിളായിട്ടുള്ള വഴികളിലൂടെ നമുക്ക് സ്റ്റിച്ചിങ്ങൊക്കെ പഠിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക്. അപ്പം നമ്മൾ ഈ ടോപ്പ് ഇതൊക്കെ ഉണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നെക്ക് അത്യാവശ്യം നല്ലോണം താഴത്തോട്ട് ഇറക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതാണിത്.